Hi friends, this is Ashok Kumar. Let us ask questions continuously. 14 type of questions in English in present perfect continuous tense. Today our topic is present perfect continuous tense, and how do we ask 14 type of questions in this tense. And first of all, one sentence about what is this tense. What is this present perfect continuous tense? കുറച്ച് കാലമായിട്ട് നമ്മളൊരു പ്രവൃത്തിയിൽ വ്യാപൃതരാണ്, നിങ്ങൾ ഞാനൊക്കെ കുറച്ച് കാലമായി തുടങ്ങിയിട്ട് ഇപ്പോഴും ഉണ്ട്. ദാറ്റ് ഈസ് വി കോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ ദ ലാസ്റ്റ് 30 years. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് 30 years. 30 വർഷമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ ദ ലാസ്റ്റ് 30 years. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാം, ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറയുന്നു, ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് പറയുന്നത് എന്താ വ്യത്യാസം? ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, അത് ഇപ്പോഴത്തെ അർത്ഥത്തിൽ ശരിയാണ്. ബട്ട് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് പറയുന്നു, ഇതുമായിട്ട് എന്താ വ്യത്യാസം? ഐ ആം ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് മുന്നേ ഞാൻ പഠിപ്പിച്ചോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇന്നലെ മിനിയാന്നോ കുറച്ച് ദിവസമായിട്ടൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. ഇപ്പം എന്താണ് ചെയ്യുന്നതെന്ന് മാത്രമാണ് അറ്റ് പ്രസൻറ്റ്. ദാറ്റ് ഈസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ദിസ് ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പുറകിലേക്ക് നീങ്ങും, അതാണ് അതിൻ്റെ മീനിങ്. ഇനി ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഹാവ് you been doing? What have you been doing? What has she been doing? What has he been doing? അവരെന്താണ് ചെയ്യുന്നത്? What has he been practicing? What has she been teaching? എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ചുമന്നുകൊണ്ടിരിക്കുന്നത്? Okay, that is about what. Now നമുക്ക് important question, who has been doing all these things? ഇതൊക്കെ ആരാണ് കുറച്ചു കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Who has been undertaking all these projects? ആരാണ് ഈ പ്രോജക്റ്റ് ഒക്കെ അണ്ടർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Who has been or who have been doing these sort of things? ഇത്തരം കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? Who and whom, ആരെ? Whom have you been meeting? Whom have you been meeting? Whom has she been meeting? Whom has he? Whom has it been meeting? ആര്? ഓക്കെ. ഇനി from whom ആണെങ്കിലോ, from whom have you been borrowing? ആരിൽ നിന്നാണ് നിങ്ങൾ കുറേ കാലമായിട്ട് ബോറോ ചെയ്യുന്നത്? See, from whom have you been borrowing money? Okay, then it's about whom. Now which book have you been reading? Which shop have you been selecting since last year for purchasing? Which shop has she been selecting? Which shop has he been selecting? Which? Where have you been? Where have you been? നിങ്ങൾ എവിടെയായിരുന്നു കുറച്ച് സമയമായിട്ട് അല്ലെ കുറച്ച് കാലമായിട്ട്? Where have you been? Pussycat, where have you been? അങ്ങനെ ഒരു റൈം ഉണ്ട് ഇംഗ്ലീഷിൽ. പുസ്സിക്കറ്റ് വേർ ഹാവ് യു ബീൻ? നീ എവിടെയായിരുന്നു? അപ്പോൾ നിങ്ങൾ എവിടെയാണ് കുറച്ച് കാലമായിട്ട് എന്ന് ചോദിക്കുകയാണ്. വേർ ഹാവ് യു ബീൻ? ഓക്കെ. ആൻഡ് ദെൻ ഹൂസ് ആരുടെ? ഹൂസ് ബുക്സ് ഓർ ഹൂസ് പെൻഷൻ ഹാവ് യു ബീൻ റിസീവിങ് ഓൾ ദീസ് മന്ത്സ്? ആരുടെ പെൻഷനാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ പെൻഷനാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഹൂസ് ബുക്സ് ഹാസ് ഷീ ബീൻ റീഡിങ് നൗ ഡേയ്സ്? ആരുടെ പുസ്തകമാണ് ഇപ്പോൾ അവൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ദാറ്റ് ഈസ് ഹൂസ്. വെന്നിന് സിൻസ് വെൻ വെച്ച് പ്രയോഗിക്കുന്നതായിരിക്കും കുറച്ച്. എപ്പം മുതൽക്ക്? സിൻസ് വെൻ ഹാവ് യു ബീൻ practicing yoga? Since when has she been teaching in that particular school? Since when? എപ്പോൾ തൊട്ടിട്ട്? എപ്പം മുതൽക്ക്?
അപ്പോൾ അവിടെ ഒരു ഇന്ന സമയം തൊട്ട് എന്ന കാര്യം ചെയ്യുകയാണെന്ന് വരും. ദെൻ ഹൗ, നമ്മൾ ഹൗ എന്നുള്ള ഭാഗത്തേക്ക് എടുക്കുകയാണ്. ഹൗ, എച്ച് ക്വസ്റ്റ്യൻസ്. ഹൗ ഹാവ് യു ബീൻ ഡൂയിങ് ഓൾ ദീസ് തിങ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ തരപ്പെടുന്നു? ഹൗ ഹാസ് ഷീ ബീൻ ഡൂയിങ് ദിസ്. ഹൗ ഹാവ് യു ബീൻ പ്രാക്ടീസിങ് യോഗ. എങ്ങനെയാണ് നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ്? ഹൗ ഹാവ് യു ബീൻ മാസ്റ്ററിങ് ദിസ് ആർട്ട് ഓഫ് ക്വസ്റ്റ്യനിങ്. ഈ ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞ ആർട്ട് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്തിരിക്കുന്നത്? ഹൗ ഹാവ് യു ബീൻ മാനേജിങ് ഓൾ യുവർ ഫാമിലി അഫെയർസ്. ഹൗ ഹാവ് യു ബീൻ മാനേജിങ് all the affairs. Then how many books, how many books and how many things, how many books and how many shops, or how many articles, or how many things. How many books have you been reading? How many books have you been finishing? How many books have you been completing? How many books has she, or how many books has he been completing within these 3 months, or since last week, such a way, since last Sunday. Okay, such a way you can say. That is about how many. And how much water has he been drinking since morning? എത്ര വെള്ളമാണ് കഴിച്ചുകൊണ്ടിരിക്കുക? എത്ര വെള്ളമാണ്? സി, how much water has she been drinking? How much water has he been drinking since today morning? How much? ഒരു ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുകയാണ്, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ 2 glasses, 3 glasses, 1 liter, 2 liters, like that. That is how many and how much. How much? Quantity. How many? എണ്ണം. Then how often have you been undergoing for your treatment? How often have you been undergoing your special treatment under a particular doctor? How often? എത്ര തവണ? How often have you been attending that party, that program in this period? How often? എത്ര തവണ? How often have you been attending the program in a week? ഓക്കെ, അതിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് നിങ്ങൾ എത്ര തവണ അതിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഹൗ ഓഫൺ, എത്ര തവണ? then now how often, then how long. That's an important question. How long have you been there? നിങ്ങൾ എത്ര കാലം അവിടെ ഉണ്ടായിരുന്നു? ഈസിലി ചോദിക്കണം. How long have you been to Canada? How long have you been to Madras? How long have you been to England? How long have you been how long have you been to Munnar? നിങ്ങൾ മുന്നാറിൽ എത്ര കാലം ഉണ്ടായിരുന്നു? അതുപോലെ തന്നെയാണ് how long have you been practicing yoga? How long have you been practicing English? How long have you been trying to master English? How long have you been learning English? How long has she been learning English? How long has he been learning English? That is how. And how far have they been moving in the same way? എത്ര ദൂരം അവരിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്? എത്ര ദൂരം? how far എന്നുള്ളത് ഡിസ്റ്റൻസിനെ കാണിക്കുന്നു. how long എന്നുള്ളത് സമയത്തെ, കാലത്തെ കാണിക്കുന്നു. These are some of the important questions that you can ask, and you can add many word vocabulary to this, and you add you, they, we, I. If this comes as a subject, you say have been plus kriya, have been plus verb plus ing. He, she, Ramu, Radha, Bison, Hussein, singular, a bird, a cow. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? he, she, it plus has plus been plus verb plus ing. Has been
ഡു എന്നുള്ള ഒരു വെർബായിട്ട് എടുക്കുക, ഹാസ് ബീൻ ഡൂയിങ്, ഹാവ് ബീൻ ഡൂയിങ്. ദീസ് ആർ ദ ഫോംസ് ഇൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് എല്ലാ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനുള്ള ഒരു പ്രത്യേകത, അവയ്ക്ക് പാസീവ് ഫോമിൽ എഴുതില്ല, അവയെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതില്ല. അതുകൊണ്ട് അവ എങ്ങനെ മാത്രമേ സാധാരണ ഉപയോഗിക്കുള്ളൂ, ആക്റ്റീവ് വോയിസിൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് ഐ, വി, യു, ദേ, ഷീ, ഇതിലൊക്കെ വെച്ചിട്ടാണ് അങ്ങനത്തെ സെൻറ്റൻസുകൾ തുടങ്ങുക. ഓക്കെ, ഐ തിങ്ക് ദിസ് ഈസ് ടു മച്ച് ഫോർ ടുഡേ. ആൻഡ് നെക്സ്റ്റ്, ദിസ് ഈസ് ദ 4th series and the 5th series I will come with past tense with 14 important questions in English. Till then, bye.